ഹായ്, എല്ലാവർക്കും ഷെഫ് ടോമിൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ മഞ്ചൂരിയൻ ആണ്. ആദ്യം തന്നെ നമ്മൾ ചില്ലി പേസ്റ്റ് തയ്യാറാക്കുകയാണ്. ചില്ലി പേസ്റ്റ് നമ്മൾ കുറച്ച് ബൾക്കായിട്ട് 200 ഗ്രാമോളം കാശ്മീരി ചില്ലിയാണ് നമ്മൾ ആദ്യം ബോയിൽ ചെയ്തിട്ട് ചില്ലി പേസ്റ്റ് തയ്യാറാക്കുന്നത്. ഇതിൽ വളരെ കുറച്ച് മാത്രമാണ്, 2 ടേബിൾ സ്പൂൺ മാത്രമാണ് നമ്മൾ ഈ ചിക്കൻ മഞ്ചൂരിയന് വേണ്ടി യൂസ് ചെയ്യുന്നുള്ളൂ. ഇത് നമുക്ക് വൃത്തിയായിട്ട് കീപ്പ് ചെയ്ത് ഫ്രിഡ്ജിലോ പ്ലാസ്റ്റിക് ഡപ്പം നല്ലോണം തുടച്ചെടുത്തിട്ട് നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. ചില്ലി പേസ്റ്റ് തയ്യാറാക്കാനായിട്ട് 200 ഗ്രാമോളം കാശ്മീരി മുളക് നല്ല രീതിയിൽ ബോയിൽ ചെയ്യുക. ഒരു 2 വിസിൽ വരുന്നവരെ കുക്കറിലിട്ട് നമുക്ക് വേണ്ടുന്നതിനെ ബോയിൽ ചെയ്തെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. 2 വിസിൽ വന്നിട്ട് ഒരു 10 മിനിറ്റിന് ശേഷം മാത്രം അത് ഓപ്പൺ ആക്കുക. അതിന് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതിന് ഫൈൻ പേസ്റ്റ് ആക്കുക. ഈ ഫൈൻ പേസ്റ്റ് ആക്കാൻ വേണ്ടി അല്പം നല്ല വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ മിക്സിയിൽ അതിനെ ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കുന്നുണ്ട്. നമ്മളിത് തയ്യാറാക്കാനായിട്ട് ഒരു പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചില്ലി പേസ്റ്റ് അതിലേക്ക് ഇടാണ്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് അതിനൊന്ന് ഇതാക്കി എടുക്കുകയാണ്. അതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ജിഞ്ചറിൻ്റെ ഗാർലിക്ക് വേണമെങ്കിൽ ചോപ്പ് ചെയ്ത് ഇടാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് വെറുതെ ഒന്ന് ജസ്റ്റ് ഇട്ട് നല്ല രീതിയിൽ അതിനെ സോട്ട് ചെയ്തെടുത്തു. അല്പം കൂടി ഓയിൽ ഒഴിച്ചു കൊടുത്ത് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തു. ശരിക്കും ഓയിൽ പുറത്തേക്ക് വരുന്ന ഒരു 10 മിനിറ്റ്, ഇത്രയും ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ഒരു 10 മിനിറ്റ് വരെ നല്ല മിക്സ് ചെയ്യുമ്പോൾ ശരിക്കും അതിൻ്റെ ഇത് കിട്ടും. ഇനി അതിലേക്ക് നമ്മൾ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു. അതിനുശേഷം വളരെ സ്ലോ ഫയറിൽ, ഏറ്റവും കുറഞ്ഞ സ്ലോ ഫയറിൽ വേണത് ചെയ്യാൻ, വളരെ കുറച്ച് ഫയറിലിട്ട് നമ്മളിതിനെ കുക്ക് ചെയ്ത് മാറ്റാണ്. അപ്പോൾ നമ്മുടെ ചില്ലി പേസ്റ്റ് റെഡിയായി. ഇനി നമ്മുടെ ചിക്കൻ കൂട്ട് ചെയ്യാനായിട്ട് അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 2 ടേബിൾ സ്പൂൺ മൈദ, അല്പം വൈറ്റ് പെപ്പർ, ഒരു നുള്ള് പഞ്ചസാര, ഒരു നുള്ള് ഉപ്പ്, ഒരു നുള്ള് അജിനോമോട്ടോ, അല്പം സോയാ സോസ്, ഒരു മുട്ടയുടെ വെള്ള നമുക്ക് വേണമെങ്കിൽ ചേർക്കാം. ഒരല്പം വെള്ളം ഒഴിച്ച് വളരെ ടൈറ്റായിട്ട്, വെള്ളം ഒട്ടും കൂടിപ്പോകരുത്. നമ്മളതിൻ്റെ ടൈറ്റ്നെസ് അനുസരിച്ച് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യുക. അപ്പോഴേ നമുക്ക് കറക്റ്റായ ഒരു കൺസിസ്റ്റൻസി കിട്ടുകയുള്ളൂ. അത് ഒട്ടും കട്ടയില്ലാതെ നമ്മൾ ഉടച്ചെടുത്തു. ഇനി അതിലേക്ക് അല്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തു. ഇതാണ് എല്ലാത്തിൻ്റെയും ബേസിക് കോട്ടിങ്. ചൈനീസ് ആയിട്ട് എന്തുണ്ടാക്കുകയാണെങ്കിലും നമ്മൾ ബേസിക്കായിട്ട് ചെയ്യേണ്ട ചൈനീസ് കോട്ടിങ് ഇതാണ്. ഗോബി മഞ്ചൂരിയനോ ചില്ലി ചിക്കനോ എന്തുണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കോട്ടിങ്. ബോൺലെസ് ആയിട്ടുള്ള 200 ഗ്രാം ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. നല്ല രീതിയിൽ വാഷ് ചെയ്ത് ഒട്ടും വെള്ളമില്ലാണ്ടാണ് നമ്മളത് ഇട്ട് കൊടുക്കുന്നത്. അത് സ്ട്രെയിനറിൽ വെച്ച് ഒട്ടും വെള്ളമില്ലാതെ നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുള്ള ചിക്കനാണ്. ഒരു 200 ഗ്രാമോളം ചിക്കൻ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷമാണ് അതിലേക്ക് കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. വീണ്ടും നമ്മൾ കോട്ടിങ്ങിന് അല്പം കൂടി കോൺഫ്ലോർ ഇട്ട് കൊടുത്ത് നല്ല ടൈറ്റായിട്ട് തന്നെ ചെയ്യുക. നമ്മൾ ഓരോരോ പീസായിട്ട് ശരിക്കും സ്പ്രെഡ് ചെയ്ത് ചൂടായിട്ടുള്ള ഓയിലിലേക്ക് മാത്രം ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ആ ഓയിലിൻ്റെ അടിയിൽ ടച്ച് ചെയ്ത് അത് എടുക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരു 70% ചൂടായിട്ടുള്ള ഓയിലിലേക്ക് നമ്മൾ ഓരോരോ പീസായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തു. ഒരു 7 മിനിറ്റുള്ളിൽ നല്ല രീതിയിൽ കുക്കാവും. ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മളത് സ്ട്രെയിൻ ചെയ്ത് മാറ്റാണ്. ഇനി നമ്മൾ ചിക്കൻ മഞ്ചൂരിയൻ്റെ ഗ്രേവി തയ്യാറാക്കണം. അതിനായിട്ട് നമ്മൾ ഒരു 3 ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിൽ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തു. ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഗാർലിക്ക് ഒരെണ്ണത്തിൻ്റെ പകുതി, ഇഞ്ചി ചെറിയൊരു പീസ് വളരെ ഫൈനായിട്ട് ചോപ്പ് ചെയ്തത്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു വലിയ സവാള ഒരെണ്ണം, വളരെ ചെറിയ സവാളയാണെങ്കിൽ 2 എണ്ണം ചോപ്പ് ചെയ്തിട്ട് കൊടുത്തു. നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തു. ഇത് വളരെ സ്ലോ ഫയറിൽ വേണം ചെയ്യാൻ, വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ശരിക്കും ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ്, 2 ടേബിൾ സ്പൂണോളം ചില്ലി പേസ്റ്റ്, ഇനി ഇതിലേക്ക് സോയാ സോസ് ഒഴിച്ചു കൊടുക്കുക. മഞ്ചൂരിയന് സോയാ സോസിൻ്റെ ടേസ്റ്റാണ് കൂടുതൽ വേണ്ടത്. ഒരു 2 ടേബിൾ സ്പൂണോളം സോയാ സോസ് ഒഴിച്ചു കൊടുത്തു. നമ്മൾ നല്ല രീതിയിൽ വളരെ സ്ലോ ഫയറിൽ മിക്സ് ചെയ്യുകയാണ്. ഈ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് മസാല ഇട്ടാലും മതി. അപ്പോഴും നമുക്ക് കുറച്ചും കൂടി ക്വാണ്ടിറ്റിയുടെ അളവ് കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഇനി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ 200 ഗ്രാമോളം ചിക്കൻ ഉണ്ട്. അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിതിൽ ശേഷവും ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ ഇതുപോലെയല്ല, ചൈനീസിൽ നമുക്ക് ഇനിയും മസാല വേണമെങ്കിൽ ആഡ് ചെയ്യാം. ടൊമാറ്റോ സോസിൻ്റെയോ സോയാ സോസിൻ്റെയോ കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ മഞ്ചൂരിയൻ്റെ മെയിൻ കണ്ടൻ്റായിട്ടുള്ള മല്ലിയില ചോപ്പ് ചെയ്തത് നമ്മൾ ഇട്ട് കൊടുത്തു. വളരെ സ്ലോ ഫയറിൽ തന്നെ മിക്സ് ചെയ്തു. അല്പം വെള്ളം നമ്മൾ തളിച്ചു കൊടുക്കുകയാണ്. അപ്പോഴാണ് ആ കോട്ടിങ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഡ്രൈ ആണ്, പിന്നെ നമ്മൾ തുറന്ന് വെച്ച് ജസ്റ്റ് സോട്ട് ചെയ്തെടുക്കുന്നതുകൊണ്ട് വെള്ളം അല്പം തളിച്ചു കൊടുക്കാം. അപ്പോഴും ഫുൾ കോട്ടിങ് കറക്റ്റായിട്ട് നമുക്ക് ഫുൾ ഫയറിലിട്ടിട്ട് നമ്മളിതിനെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ മസാല മുഴുവൻ ശരിക്കും ചിക്കനും പിടിക്കും. ഓരോരോ പീസ് തന്നെ ഡ്രൈ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇനി ഇതിലേക്ക് വൈറ്റ് പെപ്പറും അജിനോമോട്ടോ
ആവശ്യമുള്ള മസാല. ഇപ്പോൾ നമ്മൾ അല്പം അജിനോമോട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഓപ്ഷനിലാണ്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീട്ടിലൊക്കെ ഉപയോഗിക്കുമ്പോൾ അജിനോമോട്ടോ ഇടണമെന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ മഞ്ചൂരിയൻ ഡ്രൈ തയ്യാറാക്കുന്ന രീതി. ഇതിൽ മെയിനായിട്ട് സോയാ സോസിൻ്റെയും മല്ലിയിലയുടെയും ടേസ്റ്റാണ് കൂടുതലായിട്ട് നിൽക്കുക. ഫ്രൈഡ് റൈസിൻ്റെയും ചപ്പാത്തിയുടെ എല്ലാം കൂടെ കഴിക്കാവുന്ന നല്ലൊരു ഐറ്റമാണത്. വീട്ടിലുള്ള സെയിം ഇൻഗ്രീഡിയൻസ് തന്നെ വെച്ചിട്ട് നമുക്ക് ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെത്തേഡാണത്. അപ്പോൾ ഡ്രൈ ആയിട്ടുള്ളത് നല്ല ടേസ്റ്റാണത് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്യുക, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും.